കൂട്ടുകാരെ, അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 10ാമത്തെ ഡേ 10ന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് രോഗങ്ങളും രോഗകാരികളും അതുപോലെ തന്നെ കേരളത്തിലെ ആരോഗ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ. ഓക്കെ, സിലബസ് നാച്ചുറൽ സയൻസ്, ജനറൽ സയൻസ്, നാച്ചുറൽ സയൻസിൽ കൊടുത്തിട്ടുണ്ട് സിലബസ്. രോഗങ്ങളും രോഗകാരികളും കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന ഭാഗമാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിന് മുമ്പ് നിങ്ങൾ കമ്പനി ബോർഡ്, LGS, വെബ്കോ, LDC എന്നിവയ്ക്ക് തയ്യാറെടുക്കുന്നവർ ഇതിന്റെ PDF നോട്ട്, നമ്മുടെ ക്ലാസ്സിന്റെ PDF നോട്ട് വേണം എന്ന ആഗ്രഹമുള്ളവർ ഈ കാണുന്ന നമ്പർ 9496822117 എന്ന നമ്പറിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് വഴി PDF നോട്ട് ലഭിക്കുന്നതാണ്. പെയ്ഡ് PDF നോട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. രോഗങ്ങളെ കുറിച്ചുള്ള പഠനം എന്നറിയപ്പെടും പാത്തോളജി. രോഗകാരികൾ അറിയപ്പെടുന്നത് പാത്തജൻസ്. രോഗങ്ങളെ പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിക്കാം: പകരുന്നവയും പകരാത്തവയും. ഇപ്പൊ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെ നോക്കാം: വൈറസ് രോഗങ്ങൾ, ബാക്ടീരിയ രോഗങ്ങൾ, ഫംഗസ് രോഗങ്ങൾ, പ്രോട്ടോസോവ രോഗങ്ങൾ, വിരമുഖേനയുള്ള രോഗങ്ങൾ. പകരാത്ത രോഗങ്ങൾ ജീവിതജന്യ രോഗങ്ങൾ, അപര്യാപ്തത രോഗങ്ങൾ, പാരമ്പര്യ രോഗങ്ങൾ, തൊഴിൽജന്യ രോഗങ്ങൾ. ഓക്കെ, അടുത്ത പോയിന്റ് ശ്രദ്ധിക്കാം. പ്രധാന ജീവിതചര്യ രോഗങ്ങൾ. പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ജീവിതചര്യ രോഗങ്ങൾ എന്ന് പറയുന്നത്. പൊണ്ണത്തടി, കൊളസ്ട്രോൾ, ആർത്രൈറ്റിസ്, രക്തസമ്മർദ്ദം, ഡയബറ്റീസ്, അരിതോക്ലീറോസിസ്. പുറത്തേക്ക് അടുത്ത് രോഗകാരികളായ സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന മൂലം ഉണ്ടാകുന്ന ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതുമായ രോഗങ്ങളെയാണ് സാംക്രമിക രോഗങ്ങൾ എന്ന് പറയുന്നത്. സാംക്രമിക രോഗങ്ങൾക്ക് ഉദാഹരണമാണ് ഡെങ്കിപ്പനി, ചിക്കൻ ഗുനി. കോളറ, വയറുകടി എന്നീ രോഗങ്ങളുള്ളവർക്ക് നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാൻ നൽകുന്ന ലായനിയാണ് ORS. എന്താണ് ORS? ഓറൽ റീഹൈഡ്രേഷൻ സാൾട്ട് സൊല്യൂഷൻ. ORS ലായനിയിലെ ഘടകങ്ങളാണ് സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ഗ്ലൂക്കോസ്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. കൊറോണ രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയെന്ന് വെച്ചാൽ വുഹാൻ, ചൈനയിലെ വുഹാനാണ്. ലാറ്റിൻ ഭാഷയിൽ കൊറോണ എന്ന വാക്കിനർത്ഥം കിരീടം അല്ലെങ്കിൽ പ്രഭാവലയം. പുതിയ തരം കൊറോണ വൈറസിന് ലോകാരോഗ്യ സംഘടന നൽകിയ പേരാണ് COVID-19. കൊറോണ വൈറസ് ഡിസീസ് 2019 അതിന്റെ ഷോർട്ട് ഫോമാണ് COVID-19. COVID-19 കാരണമാകുന്ന വൈറസിന്റെ ശാസ്ത്രീയ നാമമാണ് SARS-CoV-2. കൊറോണ ഏത് തരം രോഗമാണ്? പാൻഡമിക് ആണ്. പാൻഡമിക് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് മറ്റു രാജ്യത്തേക്ക് വ്യാപിക്കുന്ന രോഗത്തെയാണ് പാൻഡമിക് എന്ന് പറയുന്നത്. COVID-19 വൈറസ് കണ്ടുപിടിച്ച വ്യക്തിയാണ് ഡോക്ടർ ലീ വെൻലിയാങ്. 2019 COVID-19 ആദ്യമായി റിപ്പോർട്ട് ചെയ്ത പട്ടണമാണ് വുഹാൻ, ചൈനയിലാണ്. 2019 ഡിസംബർ 31 റിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, പുറത്തേക്ക് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് 2019 ഡിസംബർ 31. പ്രധാന വൈറസ് രോഗങ്ങൾ നോക്കാം: ചിക്കൻ പോക്സ്, മിസിൽസ്, യെല്ലോ ഫീവർ, ചിക്കൻ ഗുനിയ, എബോള, സാർസ്, ഇൻഫ്ലുവൻസ, വസൂരി, പോളിയോ, പേവിഷബാധ, ഹെപ്പറ്റൈറ്റിസ്, പക്ഷിപ്പനി, എയ്ഡ്സ്, പന്നിപ്പനി, മുണ്ടിനീര്, ജലദോഷം, അഞ്ചാം പനി, ജപ്പാൻ ജ്വരം, കുരങ്ങുപനി എന്നിവ പ്രധാന വൈറസ് രോഗങ്ങളാണ്. പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകൾ ഉൾക്കൊള്ളുന്ന ലഘുഘടകങ്ങളുള്ള സൂക്ഷ്മജീവിയാണ് വൈറസ് എന്ന് പറയുന്നത്. വിവിധയിനം പൂപ്പലുകൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് ഫംഗസുകൾ. ഫംഗസ് രോഗങ്ങൾ ബാധിക്കുന്ന ശരീരഭാഗം പ്രധാനമായിട്ട് ത്വക്കാണ്. പ്രധാന ഫംഗസ് രോഗങ്ങൾ നോക്കാം: ചുണുങ്ങ്, വട്ടച്ചൊറി, പുഴുക്കടി, ആണിരോഗം. കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ത്വക്ക് രോഗമാണ് വട്ടച്ചൊറി എന്ന് ഓർത്തിക്കുക. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കാം. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ക്ഷയമാണ്. ക്ഷയരോഗത്തിന് കാരണമായ ബാക്ടീരിയയാണ് മൈക്രോബാക്ടീരിയം ട്യൂബറോകുലോസിസ്. ക്ഷയരോഗം പ്രധാനമായി ബാധിക്കുന്ന ശരീരഭാഗം ശ്വാസകോശമാണ്. ക്ഷയരോഗികൾക്ക് നൽകുന്ന ചികിത്സയാണ് ഡോട്ട് ചികിത്സ. ഡോട്ട് എന്ന് വെച്ചാൽ ഫുൾ ഫോം എന്ന് വെച്ചാൽ ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ്. മൾട്ടി ഡ്രഗ് തെറാപ്പി എന്നറിയപ്പെടുന്ന ചികിത്സാ രീതിയാണ് ഡോട്ട്സ്. ഡോട്ട്സ് ചികിത്സയിൽ ഒരേ സമയം നൽകുന്ന മരുന്നുകളുടെ എണ്ണം 5 മരുന്നുകളാണ്. ക്ഷയരോഗത്തെ പ്രതിരോധിക്കാൻ നൽകുന്ന വാക്സിനാണ് BCG, ബാസിലസ് കാൽമേറ്റിയറി. ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്ന കാരണമായ രോഗമാണ് ക്ഷയം. ഏറ്റവും കൂടുതൽ ക്ഷയബാധിതരുള്ള രാജ്യം ഇന്ത്യയാണ്. ക്ഷയരോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക് ആണ് സ്പെട്രോമൈസിൻ. മൾട്ടി ഡ്രഗ് തെറാപ്പി എന്നറിയപ്പെടുന്ന ചികിത്സാ രീതിയാണ് ഡോട്ട്സ്.
കുഷ്ഠം. നമുക്ക് ഓരോ രോഗങ്ങളും അതിന്റെ ടെസ്റ്റ് നമുക്ക് നോക്കാം. കുഷ്ഠരോഗം കണ്ടെത്താനുള്ള ടെസ്റ്റാണ് ലെപ്പമിൻ ടെസ്റ്റും ഹിസ്റ്റാമിൻ ടെസ്റ്റും. ഡിഫ്തീരിയ ആണെങ്കിൽ ഷിക്ക് ടെസ്റ്റ്, എയ്ഡ്സ് ആണെങ്കിൽ എലീസ ടെസ്റ്റും വെസ്റ്റേൺ ബോട്ട് ടെസ്റ്റും, ക്യാൻസർ ആണെങ്കിൽ ബയോപ്സി ടെസ്റ്റ്, ഹൃദ്രോഗം ആൻജിയോഗ്രാമും ECG, ടൈഫോയിഡ് വൈഡൽ ടെസ്റ്റ്, ഗർഭാശയ ക്യാൻസർ അല്ല, ഗർഭാശയ ക്യാൻസർ പാസ്മിയർ ടെസ്റ്റ്, മാലക്കണ്ണ് റോസ് ബംഗാൾ ടെസ്റ്റ്, ക്ഷയം മാൻഡോ ടെസ്റ്റ്, ഡോട്ട് ടെസ്റ്റ്, ഡെങ്കിപ്പനി ടൂർണിക്കറ്റ് ടെസ്റ്റ്. ഓക്കെ, അടുത്ത് നോക്കാം. ക്ഷയരോഗ നിർണയത്തിന് ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് മാൻഡോസ് ടെസ്റ്റ്. വെളുത്ത പ്ലേഗ് അതുപോലെ തന്നെ കോക്സ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമാണ് ക്ഷയം. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ക്ഷയമാണ്. ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠമാണ്. കുഷ്ഠരോഗ നിർണയ ടെസ്റ്റുകൾ ഹിസ്റ്റാമിനും ലെപ്രമിൻ ടെസ്റ്റുമാണ്. ഹാൻസെക്സ് ഡിസീസ് എന്നറിയപ്പെടുന്ന കുഷ്ഠരോഗമാണ്. വന്യജീവികളിൽ നിന്ന് മനുഷ്യരിലേക്ക് എത്തുന്ന ഭീതിജനകമായ വിധം വ്യാപിക്കുകയും ചെയ്യുന്ന വൈറസ് രോഗമാണ് എബോള. എബോള രോഗം പകരുന്നതിന് കാരണമാകുന്നത് ചിമ്പാൻസി, ഗൊറില്ല, പഴം ഭക്ഷിക്കുന്ന വവ്വാലുകൾ. എബോള രോഗം മനുഷ്യരിലേക്ക് എത്തിയ വർഷം 1976 ആണ്. എബോള ഒരു RNA വൈറസാണ്. സയർലെ എബോള എന്ന നദിയുടെ പേരിൽ നിന്നാണ് എബോള എന്ന നദിയുടെ പേരിൽ നിന്നാണ് ഈ രോഗത്തിന് ആ പേര് ലഭിച്ചത്. വിരകൾ മുഖേന ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട രോഗമാണ് മന്ത്. മന്ത് രോഗത്തിന്റെ ശാസ്ത്രീയ നാമം എലിഫന്റാസിസ്. മന്ത് രോഗമുണ്ടാകുന്ന കാരണം ഫൈലേറിയൻ വിരകളാണ്. ഫൈലേറിയൻ വിരകളുടെ ശാസ്ത്രീയ നാമമാണ് വൗച്ചേറിയ ബ്രക്കാഫ്റ്റി അല്ലെങ്കിൽ മൈക്രോബൈഫേറിയ ബിമലായി. മന്ത് ബാധിക്കുന്നത് ലിംഫ് ഗ്രന്ഥികളാണ് അല്ലെങ്കിൽ ലാസിക നാളികളാണ്. മന്ത് രോഗത്തിന് എതിരെ നൽകുന്ന ഗുളികയാണ് ആൽബോട്ടോസോ. എയ്ഡ്സിന്റെ പൂർണ്ണരൂപം അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം. എയ്ഡ്സ് രോഗത്തിന് കാരണമായത് വൈറസ് ആണ്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് HIV എന്ന് പറയുന്നത്. HIV വൈറസിന് ആദ്യമായി കണ്ടെത്തിയത് ലൂക്ക് മൊണ്ടൈനിയർ ആണ് 1983. HIV വൈറസിന്റെ ജനിതക ഘടകം RNA ആണ്. എയ്ഡ്സ് ബാധിക്കുന്നത് ലിംഫോസൈറ്റിനെയാണ്. ഓർത്തിരിക്കുക. എയ്ഡ്സിന്റെ രോഗനിർണയ പരിശോധനകൾ എലിസ ടെസ്റ്റ്, വെസ്റ്റേൺ ബോട്ട് ടെസ്റ്റ്, സദേൺ ബോട്ട് ടെസ്റ്റ്, നേവ ടെസ്റ്റ്, PCR ടെസ്റ്റ്, റാപ്പിഡ് ടെസ്റ്റ്. എയ്ഡ്സ് തിരിച്ചറിയാനായി നടത്തുന്ന പ്രാഥമിക പരിശോധനയാണ് എലിസ ടെസ്റ്റ് എന്നത്. എലിസ എന്ന് പറഞ്ഞാൽ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസേ. എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം അമേരിക്ക 1981. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത നഗരം ചെന്നൈയാണ് 1986. കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത ജില്ല പത്തനംതിട്ട 1987. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം സ്ഥിരീകരിച്ച ഡോക്ടർ സുദിനി സോളമൻ 1986. എയ്ഡ്സ് ബാധിതർക്ക് നൽകുന്ന ചികിത്സ ART ട്രീറ്റ്മെന്റ്, ആന്റി റിട്രോവൈറൽ തെറാപ്പി. എയ്ഡ്സ് ബാധിതരോടുള്ള ഐക്യദാർഢ്യത്തിന്റെ പ്രതീകമാണ് റെഡ് റിബൺ. റെഡ് റിബൺ രൂപകൽപ്പന ചെയ്തത് വിഷ്വൽ എയ്ഡ്സ് ആണ്. ഡിസംബർ 1 എയ്ഡ്സ് ദിനമായി ആചരിക്കാൻ തുടങ്ങിയ വർഷം 1988. ഇനി ഓരോ രോഗങ്ങളും ബാധിക്കുന്ന ശരീരഭാഗമാണ്. കോളറ ബാധിക്കുന്നത് ചെറുകുടൽ, ടൈഫോയിഡ് ചെറുകുടൽ, കുഷ്ഠം നാഡീവ്യവസ്ഥ, പോളിയോ നാഡീവ്യവസ്ഥ, പേവിഷബാധ നാഡീവ്യവസ്ഥ, ന്യൂമോണിയ ശ്വാസകോശം, വില്ലൻ ചുമ ശ്വാസകോശം, ക്ഷയം ശ്വാസകോശം, ആന്ത്രാക്സ് ശ്വാസകോശവും ദഹന വ്യവസ്ഥയും, പ്ലേഗ് രക്തധമനികളും ശ്വാസകോശവും, ടെറ്റനസ് പേശികൾ, എയ്ഡ്സ് ലിംഫോസൈറ്റ്. ഓക്കെ, അടുത്ത ബാക്ടീരിയ രോഗങ്ങൾ. പ്രധാനപ്പെട്ട ബാക്ടീരിയ രോഗങ്ങളാണ് കോളറ, ന്യൂമോണിയ, ടൈഫോയിഡ്, ഡിഫ്തീരിയ, എലിപ്പനി, ക്ഷയം, പ്ലേഗ്, വില്ലൻ ചുമ, കുഷ്ഠം, ടെറ്റനസ്, ആന്ത്രാക്സ്, സിഫിലിസ്, മെനിഞ്ചൈറ്റിസ്, ട്രക്കോമ, ഗൊണേറിയ, ബോട്ടുലിസം. നേത്രഗോളത്തിലെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ഗ്ലോക്കോമ. ദീപങ്ങൾക്ക് ചുറ്റും വർണ്ണവലയങ്ങളുള്ളതായി കാണപ്പെടുന്ന വൈകല്യമാണ് ഗ്ലോക്കോമ. നേത്ര ലെൻസിന്റെ വക്രത മൂലം വസ്തുവിന്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥയാണ് വിഷമദൃഷ്ടി അഥവാ അസ്റ്റിമാറ്റിസം. കണ്ണിലെ കൃഷ്ണമണി ഈർപ്പരഹിതവും അതാര്യവുമാകുന്ന അവസ്ഥയാണ് കണ്ണീരില്ലാതെ കണ്ണ് വരളുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ. രണ്ട് കണ്ണുകളും ഒരേ വസ്തുവിൽ കേന്ദ്രീകരിക്കുവാൻ കഴിയാത്ത അവസ്ഥ കൊങ്കണ്ണ്. അണുബാധ മൂലം നേത്രാവരണത്തെ ബാധിക്കുന്ന രോഗമാണ് ചെങ്കണ്ണ്. കണ്ണിലെ ലെൻസിന്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലമുണ്ടാകുന്ന കാഴ്ച വൈകല്യമാണ് പ്രസ്ബയോഫിയ അല്ലെങ്കിൽ വെള്ളെഴുത്ത്. അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുകയും അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്തതുമായ അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്യ.
അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുകയും അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്തതുമായ ദീർഘദൃഷ്ടിയാണ് അവസ്ഥയാണ് ദീർഘദൃഷ്ടി എന്ന് പറയുന്നത് ഹൈപ്പർ മെട്രോപ്പിയ. നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്ന രോഗമാണ് ഗ്ലോക്കോമ. മയോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺകേവ് ലെൻസ്. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ് അല്ലെങ്കിൽ ഉത്തല ലെൻസ്. ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയുമുള്ള ഒരു വ്യക്തി ഉപയോഗിക്കേണ്ട ലെൻസാണ് ബൈഫോക്കൽ ലെൻസ്. അസ്റ്റിമാറ്റിസം പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് സിലിണ്ട്രിക്കൽ ലെൻസ്. കേന്ദ്ര നാഡീവ്യവസ്ഥയിലെ ന്യൂറോണുകളുടെ നാശം മൂലമോ സെറിബ്രൽ കോർട്ടക്സിലെ പ്രവർത്തന രീതി താളം തെറ്റുന്നതുമായി ഉണ്ടാകുന്ന രോഗമാണ് അൽഷിമേഴ്സ്. ലോക അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21. മസ്തിഷ്കത്തിലെ പ്രേരക ന്യൂറോണുകൾക്ക് നാശം സംഭവിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് പാർക്കിൻസൺസ്. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഷേക്കിംഗ് പാൾസി എന്നറിയപ്പെടുന്ന രോഗമാണ് പാർക്കിൻസൺസ്. ലോക പാർക്കിൻസൺസ് ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 11. കേന്ദ്ര നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന വൈറസ് രോഗമാണ് റാബിസ്. ഹൈഡ്രോഫോബിയ എന്നറിയപ്പെടുന്ന രോഗം റാബിസ് ആണ് അഥവാ പേവിഷ്യബാധ. പേവിഷ്യബാധയ്ക്കെതിരെ വാക്സിൻ കണ്ടെത്തിയത് ലൂയി പാസ്റ്റർ. പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് കൂനൂറാണ്, തമിഴ്നാട്ടിൽ. മസ്തിഷ്കത്തിൽ നിന്ന് പ്രകരിക്കുന്ന വൈദ്യുത തരംഗങ്ങളുടെ പ്രവർത്തനം തകരാറിലാകുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് അപസ്മാരം. മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന 3 പാളിയുള്ള ആവരണമാണ് മെനിഞ്ചസ്. മെനിഞ്ചസിനുണ്ടാകുന്ന അണുബാധയാണ് മെനിഞ്ചൈറ്റിസ്. തലച്ചോറിന് ചുറ്റും സാധാരണ അളവിൽ കൂടുതൽ സെറിബ്രോസ്പൈനൽ ദ്രവം തങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് ഹൈഡ്രോസെഫാലസ്. ഹൈഡ്രോസെഫാലസിന്റെ ഫലമായി ഉണ്ടാകുന്ന അമിത മർദ്ദം മൂലം തലയുടെ വലിപ്പം ക്രമാതീതമായി വർദ്ധിക്കുന്നു. ഡെങ്കിപ്പനിക്ക് കാരണമായ സൂക്ഷ്മാണുവാണ് ആർബോ വൈറസ്. ബ്രേക്ക് ബോൺ ഫീവർ രോഗം എന്നറിയപ്പെടുന്നത് ഡെങ്കിപ്പനിയാണ്. ഡെങ്കിപ്പനി രോഗനിർണയ പരിശോധന ടൂർണിക്കറ്റ് ടെസ്റ്റ് ആണ്. ചിക്കൻ ഗുനിയ പരത്തുന്ന കൊതുക് ഈഡിസ് ഈജിപ്റ്റി, ഈഡിസ് ആൽബോപിറ്റക്സും ഇതിൽ ഉൾപ്പെടുന്നത്. എലിഫന്റാറ്റിസ് എന്നറിയപ്പെടുന്ന രോഗമാണ് മന്ത്. മന്തിന് കാരണമായ പ്രോട്ടോസോവയാണ് മൈക്രോഫൈലേറിയ ബി മലായി. മലമ്പനിക്ക് കാരണമായ പ്രോട്ടോസോവയാണ് പ്ലാസ്മോഡിയം. ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്ന രോഗമാണ് മലമ്പനി അഥവാ മലേറിയ. ഇനി അടുത്ത് നോക്കേണ്ടത് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളാണ്. നോക്കാം. കേരളത്തിലെ അംഗപരിമിതരുടെ സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് അനുയാത്ര. കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആവിഷ്കരിച്ച പദ്ധതി മിഠായി. കുട്ടികളുടെ ശ്രവണ വൈകല്യം പരിഹരിച്ചുകൊണ്ടുള്ള കേരള സാമൂഹ്യ നീതി വകുപ്പ് മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതി കാതോരം. യാത്രക്കിടെ അപകടത്തിൽപ്പെടുന്നവർക്ക് മറ്റു ദേഹാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നവർക്കും പ്രഥമ ശുശ്രൂഷ നൽകി വൈദ്യ സഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് വഴികാട്ടി. കിടപ്പ് രോഗികളായി വീട്ടിലെത്തി പരിചരിക്കുന്ന പദ്ധതി. പരിശീലനം ലഭിച്ച കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സുമാരെയാണ് ഇതിനെ നിയോഗിച്ചിരിക്കുന്നത്. ആ പദ്ധതി സാന്ത്വനം. കോക്ലിയ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്ക് തുടർ ചികിത്സയ്ക്കുള്ള സഹായം നൽകുന്ന പദ്ധതി ധ്വനി. കേൾവിശക്തിയില്ലാത്ത കുട്ടികളിൽ കേൾവിശക്തി ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി ധ്വനി. അടുത്ത കേരള സാമൂഹിക സുരക്ഷാ മിഷന്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതി അന്നദായിനി. പട്ടികജാതി കോളനികളിലെ ഇന്റർനെറ്റ് സൗകര്യത്തോടുകൂടി കമ്പ്യൂട്ടർ ലൈബ്രറി, വായനശാല എന്നിവ സജ്ജീകരിക്കുന്ന പദ്ധതിയാണ് വിജ്ഞാൻവാടി. പട്ടികവർഗ യുവജനങ്ങളുടെ ക്ഷേമത്തിനായി കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്രജ്യോതി. കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതി ആശ്വാസ് കിരണം. സംസ്ഥാനത്ത് 18 വയസ്സിന് താഴെയുള്ള അർബുദ, ഹൃദ്രോഗ, വൃക്ക ബാധിതരായ കുട്ടികൾക്ക് സൗജന്യ ചികിത്സാ പദ്ധതി ഉറപ്പാക്കുന്നതാണ് ആരോഗ്യ കിരണം. ഓക്കെ, ഇതേപോലെ തന്നെ 65 വയസ്സിന് താഴെയുള്ള പ്രായമുള്ള ആരോഗ്യ സാമൂഹിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് വയോമിത്ര. കേട്ടോ, വയോമിത്ര എന്ന് ഓർത്തിക്കുക. അതുപോലെ തന്നെ 18 വയസ്സിന് താഴെയുള്ള ജന്മന ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ഹൃദ്യം. കേട്ടോ, ഹൃദ്യം മറന്നു വരുത്. അതുപോലെ മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി. ഓർത്തു വെച്ച മൃതസഞ്ജീവനി. അതുപോലെ കേരള ഗവൺമെന്റിന്റെയും ലഹരി വിമുക്ത പദ്ധതിയാണ് എന്ന് പറയുന്നത് വിമുക്തി. ഓക്കെ, അതുപോലെ ഈ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, നാഡീ രോഗങ്ങൾ, സെറിബ്രൽ പാൾസി, ഓട്ടിസം അങ്ങനെയുള്ള രോഗങ്ങൾ, അതുപോലെ അസ്ഥി വൈകല്യങ്ങൾ, എൻഡോസൾഫാൻ ബാധിതർ, ഡയാലിസിസ് ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള ചെലവിലുള്ള സഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം. കേട്ടോ, അതുകൂടെ ഒന്ന് ഓർത്തു വയ്ക്കാം. അതിനകത്ത് ഉൾപ്പെടുത്താൻ വിട്ടുപോയി, അതുകൂടെ ഓർത്തു വയ്ക്കാം. ക്ലിയർ? ഓക്കെ, ഇപ്പോൾ അടുത്ത ഭാഗത്തിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.